കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. കോട്ടയടക്കൽ, ഭിത്തി ചുരണ്ടൽ, വിള്ളലടക്കൽ, കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. ഇന്നലെ മുതൽ ഇതാ കൂലിപ്പണി രാജൻ. ഏത് രാജൻ? ഓട്ടയുണ്ട് കേട്ടോ. ഓട്ടയിൽ അത് വെള്ളം കിനിഞ്ഞു വന്ന പാട്. വെള്ളം ഒന്നടയ്ക്കോ. നിങ്ങളെല്ലാം ഓരോ മന്ത്രി രാജനാകണമെന്നാണ് എന്റെ താല്പര്യം. അതെ, അങ്ങോട്ട് കയറി നിങ്ങൾക്കല്ലേ ഇപ്പം ചുരണ്ടലും അടയ്ക്കലും ഒക്കെ ഉള്ളത്. ഇതുവരെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ മാനവരെ? അദ്ദേഹം ചെയ്ത ഒരു മന്ത്രി ഇത് ചെയ്യുമോ? ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ജാടകൾ ഒഴിച്ചു വെച്ചിട്ട് ജാട കാണിക്കാൻ എന്താ? ഒരു മന്ത്രിക്ക് പവർ ജനാധിപത്യത്തിന് മുകളിലല്ല വേറൊരു പവറും കേട്ടോ. അതാണ് പവർ, ജനാധിപത്യം. തെളിയിക്കാൻ വേണ്ടി അത് മുകളിൽ കയറി ചുരണ്ടി മാറ്റി കളഞ്ഞു. വെള്ളം കിണിഞ്ഞിറങ്ങിയ പാടിനെയാണ് എന്തോ ഓട്ട പോലെ ഓട്ട. ഇതുവരെ കിനിയല് കഴിഞ്ഞില്ലേ? ഇല്ല, കിണിഞ്ഞിട്ടില്ല. എന്ന് കഴിയും ഇത്? അത് എല്ലായിടത്തും ഓട്ട എപ്പ അടച്ചു തീരും ഇത്? അത് ഞങ്ങൾ താമസയോഗ്യമാക്കിയിട്ട് അത് എല്ലാവർക്കും കൊടുക്കും. അത് ചുരണ്ടുന്നുണ്ടായിരുന്നല്ലോ, അങ്ങ് ഒരച്ചു നോക്കല്. എന്തോ സ്വർണ്ണം ഇത് ഇന്നലെ തൊട്ട് തുടങ്ങിയിരിക്കുന്നു കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മികച്ച ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അത് CPIയുടെ കെ രാജനാണ്. CPIയുടെ കെ രാജൻ കേട്ടോ. ആ മനുഷ്യനെ കൊണ്ടുപോയി മാതിരി പണിക്കൊക്കെ എന്താ മുഖ്യമന്ത്രി വരാഞ്ഞത്? മുഖ്യമന്ത്രി വരണം. കെ രാജൻ വന്ന പോലെ പുള്ളിയല്ലേ അവിടുത്തെ മന്ത്രി? അതിന്റെ മന്ത്രി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉടലും മണലും ഒക്കെ എടുത്തിറങ്ങിയ ഉടലും മണലുവോ? മണല് നാട്ടുകാരെടുത്തത് ഇന്നലെ. മുന്നിട്ടിറങ്ങിയ മന്ത്രി കെ രാജൻ തന്നെ അവിടെ എത്തി. അതിനിപ്പോ എന്ത്? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, പ്രധാനമന്ത്രി വിളിച്ചോ എന്ത് കാര്യത്തിന് വന്നിട്ട് നോക്കിട്ട് ഒറ്റ പോക്കി അവിടെ നിന്നൊന്നും അനങ്ങിയിട്ടില്ല. എനിക്കതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വെറുതെ ഈ വയനാട് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആക്കരുതെന്ന്. അനുഭവിച്ചോ ഇപ്പൊ? അവിടുത്തെ പണി മുഴുവൻ പൂർത്തിയാക്കാതെ ഈ താക്കോൽ ദാനം ഒക്കെ നടത്താൻ വല്ല കാര്യം ഉണ്ടായിരുന്നു? അവിടുത്തെ പണി മുഴുവൻ പൂർത്തിയായിട്ട് ആ ജനങ്ങൾക്ക് വീട് കൈമാറിയാൽ പോരായിരുന്നോ? ഞങ്ങൾ താക്കോൽ കൊടുത്തില്ലെങ്കിൽ അടുത്ത് കോൺഗ്രസ് വന്നിട്ട് മറ്റേ വരുമെന്ന് ഉറപ്പാണോ? ഏതാണ്ട് അടുത്ത് കോൺഗ്രസ് വന്നിട്ടേ കല്ലൂര് ഒന്ന് കുനിഞ്ഞിട്ട് പോലും ഇല്ലാത്തവന്മാരൊന്ന് അവകാശം എടുക്കും. അതുകൊണ്ട് ഞങ്ങള് താക്കോല് പെട്ടെന്ന് കൊടുത്തത്. അതുകൊണ്ട് എന്താ ഇപ്പൊ എയറിലാണല്ലോ മൊത്തത്തിൽ. സാരമില്ല, ഊരാണെങ്കിലും തലയിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ഊരാണെങ്കിലും കൊണ്ട് അത് നിങ്ങൾ മുക്കി നക്കീന്നേ വരുള്ളൂ. ഇത് ഞങ്ങളുടെ ഊരാണെങ്കിലും കൊണ്ട് പറയും. ഊരാളുകൾ ആരുടെയാ? CPM-ന്റെ അല്ലേ? CPI-യുടെ ഒന്നും അല്ലല്ലോ. അതിനെ പറഞ്ഞത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഊരാണെങ്കിലും കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മന്ത്രി കെ രാജന്റെ ഉറപ്പാണ്. താൻ എപ്പോഴാ CPI ആയത്? ഇന്നലെ വരെ താൻ CPM അല്ലായിരുന്നു. ഞാൻ ഇടതുപക്ഷം. അയ്യോ, ഇടതുപക്ഷമാണെങ്കിൽ പിളർന്നതൊന്നും അറിയത്തില്ലേ? പണ്ടേ പിളർന്നതാ. പിളരുന്നില്ല. CPI CPM-ഉം ഞങ്ങൾ ഒന്നിച്ചാണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങൾ അവർക്കിട്ട് താങ്ങാറില്ല. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ പറഞ്ഞത് ഏത് CPI എന്നാ? ഏത് CPI? അയ്യോ എന്റെ സുഹൃത്തുക്കളെ വല്ല കാര്യമാണ്. ഇപ്പൊ ഇവര് പറയുന്നത് എന്താണെന്നറിയാമോ, അവിടെ അവിടെ മറ്റേ വെള്ളം കെട്ടി നിന്ന് മാർക്കർ വെച്ച് വരച്ചതാ. അല്ല, അത് വരച്ചത് മായ്ച്ചു കളഞ്ഞതാ. നാളെ കോൺഗ്രസ് പക്ഷെ ആ വെള്ളം കിരിയുന്നത് ഒരു നിസ്സാര വിഷയമാണോ? അതൊക്കെ പരിഹരിക്കാനാണ് നിങ്ങൾ എത്ര കാലം കൊണ്ട് പരിഹരിക്കുന്നുണ്ട്? ഇപ്പൊ ഇവര് പറയുന്നത് അവിടെ ഗ്രൗട്ടിങ്ങും പോണ്ടിങ്ങും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് അവിടെ മാർക്ക് ചെയ്തതെന്ന്. അല്ലാതെ വിള്ളലല്ല എന്ന്. അപ്പൊ ഇതൊക്കെ എന്ന് പരിഹരിക്കും? പരിഹരിച്ചോണ്ടിരിക്കുകയല്ലേ. അവിടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പിന്റെ ആവശ്യമായ എല്ലാ പ്രവർത്തന പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ അതിന്റെ താക്കോൽദാനം നടത്തിയാൽ പോരായിരുന്നു. എന്തിന് ഈ പ്രഹസനം കാണിക്കാൻ വേണ്ടി പോയി? അതുകൊണ്ടല്ലേ ഇപ്പൊ എയറിൽ കിടന്ന നാട്ടുകാരെ കൂലിപ്പണി രാജൻ കൂലിപ്പണി എന്ന് പറയുന്നത്. അതിനുള്ള മറുപടി അപ്പൊ എന്താണെന്നറിയാമോ, തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടണം. 10 വോട്ടല്ല, അടുത്തവന്മാര് വന്നിട്ട് മറ്റേ കൂലിന് കല്ലൂരിടാത്തവന്മാര് വന്നിട്ട് അതിന്റെ മറ്റേ അവകാശവാദം എടുക്കും. അത് നടക്കില്ല.
വിഴിഞ്ഞത്ത് കല്ലിട്ടിട്ട് അത് യാഥാർത്ഥ്യമായപ്പോ അവരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതല്ലേ, അതിന് ഞങ്ങള് എന്താന്നറിയാം സംഭവം, ഇവർ രണ്ടു കൂട്ടരുടെയും പ്രശ്നം മറ്റേ ക്രെഡിറ്റാ. ക്രെഡിറ്റ് തന്നെ. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തത് അവർക്ക് കൊടുക്കണോ? അവർക്ക് ക്രെഡിറ്റ് കൊടുക്കണോ? നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തു, ഞങ്ങൾ മുൻകൈ എടുത്ത് ചെയ്തു. നിങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു, അത് നമ്മൾ സമ്മതിക്കുന്നു. ഈ കാശ് നാട്ടുകാരുടെ, അത് നിങ്ങളൊന്ന് സമ്മതിക്കാൻ കൊണ്ട്. കാശ് വെറുതെ പൈസ ഇട്ടിരുന്നാൽ പോരാ, നടപ്പിലാക്കാൻ ആർജവമുള്ള ഒരു സർക്കാർ വേണം. അതാണ് ഇതിനകത്ത് എത്ര വകയിൽ മുക്കി നക്കി, അത് കേക്കട്ടെ. മുക്കി നക്കിയതിന്റെ ശവന്തീരികളെല്ലാം പറയുന്നത് അതെ. അമ്മനെന്ത് പറയുന്നത്, ഞങ്ങൾ കൂട്ടത്തിൽ നിങ്ങളെ ആക്കുന്നുണ്ടായിരുന്നു. അവനുണ്ടെങ്കിൽ പിണറായിനെ കേട്ടാവും പോസ്റ്റും കൊണ്ടു ആക്ഷൻ കണ്ടപ്പോ BJP-ക്കെതിരെ ഒന്നും മിണ്ടില്ല കേട്ടോ മഹാൻ. പിണറായിന്റെ പി കേൾക്കണ്ട, ഓടിക്കൊണ്ട് വരും. പിണറായി BJP-ക്കെതിരെ എന്ത് പറയുമായിരുന്നു? പിണറായി പറയാനുള്ളതൊക്കെ പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തത് ഇവിടെ CPM മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ സമരം. രാവിലെ സമരം ചെയ്യും, വൈകിട്ട് അമിത്ഷായുടെ വീട്ടിൽ എന്തുകൊണ്ടായിക്കോട്ടെ, രാവിലെ വീട്ടിൽ സമരം ചെയ്യും, വൈകുന്നേരം അമിത്ഷായുടെ വീട്ടിൽ പോകും. പാലക്കാട് ഒരു MLA ഉണ്ട്, BJP-ക്കെതിരെ ഒന്നും മിണ്ടില്ല. പിണറായി കേട്ടാ അപ്പൊ തുടങ്ങും. രണ്ടെണ്ണത്തിനെ കൊണ്ടേ സഹിക്കാൻ വയ്യ, ഇനി അതിന്റെ ഇടയിൽ കൂടെ BJP. എന്ത് വായത്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എടാ, ഈ വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച് സർവ്വതും നഷ്ടപ്പെട്ട കുറെ മനുഷ്യരാ. നിങ്ങൾ അവരെ വെച്ച് എന്തിനോ ഈ പിടിവലി? ഞങ്ങൾ അവർക്കൊപ്പമാണ് മാനവരെ, ഞങ്ങൾ അവർക്കൊപ്പം. ലവന്മാര് പറയുന്നത് ലവന്മാര് വീടുണ്ടാക്കിയത് എവിടാണ് നമ്മൾ കാണുന്നില്ല. ഇവര് വെച്ച് അതിനിപ്പോ ഓട്ടം അടയ്ക്കാൻ നടക്കല്ല. ഇതെന്ത് നാടോ ഇത്? ഓട്ടം അടയ്ക്കലല്ല, വാസയോഗ്യമാക്കണ്ടേ, അതിനുള്ള പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. അതാ പറഞ്ഞത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോരായിരുന്നോ? എന്തിന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഈ വയനാട് കൊണ്ട് വലിച്ചിഴച്ചു? അതിനുള്ള മറുപടി ഞാൻ തരണ്ടേ? ജനങ്ങൾക്ക് ബോധ്യം വേണം, ബോധ്യം. ഇവിടെ തള്ളി മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം, തള്ളിമറിക്കലിന്റെ ഇടയിൽ ഞാൻ പറയുമായിരുന്നു, 78 വീടുകളുടെ പ്രവർത്തനമല്ലേ ഒരുമിച്ച് തുടങ്ങിയത് ULCCS ഊരാളുങ്കൽ. ഇത് മുഴുവൻ ഈ പറയുന്ന സമയത്തിനുള്ളിൽ അവർക്ക് ചെയ്ത് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതി ആയിരുന്നോ? അല്ല. നമ്മൾ ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു കാലയളവ് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ഇത് ഇന്ന് കൊടുത്തിട്ട് നാളെ ഇത് ഉണ്ടാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഉപകരാറ് വല്ലതും പോയായിരുന്നു ഈ ഊരാളുങ്കലിൽ നിന്ന്? സാധാരണ അങ്ങനെയാണല്ലോ. ഇവർ ഒരു മറ്റേ കരാറ് കൊടുക്കുന്നു, മറ്റേ സർക്കാർ ഒരു കരാറ് കൊടുക്കുന്നു, ആ കരാറ് കിട്ടിയവന്മാർ വേറെ ഉപകരാറ് കൊടുക്കുന്നു. അവന്മാർക്ക് തോന്നുന്ന രീതിയിൽ പണി നടത്തുന്നു. അതായത് ഇവര് പറയുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഇവന്മാരെ മുള്ളുമേ നിർത്തുവാണല്ലോ. അവന്മാരൊക്കെ തട്ടിക്കൂട്ടി കാണും. എന്നിട്ട് ഇപ്പൊ മന്ത്രി രാജന്റെ അവസ്ഥയോ ഓട്ടയടക്കലും ഭിത്തിച്ചുരണ്ടലും. ആ മനുഷ്യനെ കൊണ്ട് നാണം കെടുത്തില്ലടോ നിങ്ങള്. മനവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജനതയ്ക്ക് ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് അവകാശം ഞങ്ങൾക്ക് അല്ല. അവിടെ അവരെ ഇങ്ങനെ ഓട്ട എവിടെ ഉണ്ടെന്ന് നോക്കണം. അവരെ പാർപ്പിക്കാനും ആർജവമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. വയനാടിന് LDF അല്ലാതെ മറ്റാരും. പത്തനംതിട്ടയ്ക്ക് LDF അല്ലാതെ വേണ്ടേ? പത്തനംതിട്ട ജയിക്കണ്ടേ? ആലപ്പുഴയിൽ ഞങ്ങളല്ലാതെ ആരുണ്ട്? കോട്ടയത്ത് ഞങ്ങളല്ലാതെ ആരുണ്ട്? മൊത്തം കേരളത്തിൽ ഞങ്ങളല്ലാതെ ആരുണ്ട്? മൊത്തം ഇന്ത്യക്ക് ഞങ്ങളല്ലാതെ ആരുണ്ട്? മൊത്തം ഇനി ലോകത്തിന് ഞങ്ങളല്ലാതെ ആരുണ്ട്? അതുകൂടെ ഇറക്കും. നിങ്ങൾ ആരും വിജയിയോ ഈ ലോകം മുഴുവൻ എങ്ങ് രക്ഷിക്കാനായിട്ട്? ലോക സമസ്ത സുഖിനോ ഭവന്തോണി നാട് മുഴുവൻ രക്ഷിച്ചു നടന്ന വിജയ് വരെ കണ്ടില്ല. ഒരു പൂക്കൾ എറിഞ്ഞപ്പോഴത്തേക്ക് ഓടിയ ഓട്ടം. അത് സുരക്ഷാ പ്രശ്നം. വിജയണ്ണന്റെ ആളാണല്ലേ? അപ്പൊ സ്റ്റാലിൻ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളുടെ പാർട്ടിയുമായിട്ട് പിണറായിയോ ചെറുപ്പക്കാര്? നിങ്ങളുടെ പിണറായിയുടെ അടുത്ത തമ്പി അരിമ തമ്പി എന്നാണ് മുഖ്യം പറയുന്നത്. അവരുടെ ബന്ധം എനിക്ക് വിജയണ്ണനെ മതി. അപ്പൊ തമിഴ്നാട്ടിൽ വിജയണ്ണൻ ജയിക്കണമെന്നാണ്. വേണം, ജയിക്കും. കണ്ടില്ലേ ജനസാഗരം ഇടയിൽ വരുന്നത്? അപ്പൊ സ്റ്റാലിനെ കാണാനായിരിക്കും. പക്ഷെ വിജയ് അച്ഛനെ തുടങ്ങിയ സമയത്തിന് നോക്കുക. വിജയോട് നമ്മൾ ഇങ്ങോട്ട് വരും, നമ്മൾ തമിഴ്നാട് കയറണ്ട, ഇവിടെ കേരളത്തിൽ ബോർഡറിലേക്ക് വരും. എന്തിനാ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വന്നത് വിജയ്? വരണ്ടേ? എന്തിനാ ഇവിടെ ആരും വോട്ട് ചെയ്യുന്നില്ല? പിന്നെ ഇവിടെ അല്ല, നിങ്ങൾ കുറെ ഫാൻസ് ഉണ്ടല്ലോ, അന്തങ്ങൾ ഫാൻസുകൾ. അതെ, ഇതെല്ലാം അന്തങ്ങൾ. ഞാൻ പറയുന്നത് അമിതമായ ആരാധന എല്ലാം വിഷം തന്നെയാണ്. അത് അന്തമാണ്, മനസ്സിലായോ? അതിപ്പോൾ വിശ്വാസമാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ആരാധനയാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് അന്തമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത്. പിണറായിയോടുള്ള ഞങ്ങളുടെ വിശ്വാസം അന്തം കമ്മികൾ പ്രസ്ഥാനത്തേക്കാൾ വലുതാണോ ഒരു വ്യക്തി? അല്ല, ഞങ്ങൾക്ക് അതാണ്ട് കിടക്കുന്നത്. പിണറായിയോടുള്ള ആരാധന ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുത്. അപ്പൊ പിണറായി പാർട്ടിക്ക് താഴെ
പാർട്ടിക്ക് അങ്ങനല്ലല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ടി ഇപ്പൊ നയിക്കുന്നത് പിണറായി. അതിനെന്തെങ്കിലും തർക്കമുണ്ടോ? പാർട്ടിയെ നയിക്കുന്നത് പിണറായി. അപ്പൊ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ നയിക്കുമല്ലേ? സർക്കാരിനെ നയിക്കുന്നു എന്ന് പറഞ്ഞ പിന്നെ ഒരു ആവശ്യമുണ്ട്. പാർട്ടിയെ കേട്ടാ, പാർട്ടി സെക്രട്ടറിയോട് പോലും ഇവർക്ക് വിലയില്ല. പാർട്ടി സെക്രട്ടറിയോട് പോലും ഇവർക്ക് വിലയില്ല. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാറി നിന്നത്. ഭാര്യയുടെ പ്രചരണ പരിപാടിക്ക് പോലും വരാതിരുന്നത്. മനവരെ നാവ് ചതിച്ചത്. അത് തന്നെ മൊത്തത്തിൽ ചതിക്കല. മൊത്തത്തിൽ ചതിക്കല. 3.0 is downloading. ഡൗൺ അങ്ങനെയല്ല, റീലോഡിങ്. We are coming back with ഈ 5 വർഷം കഴിഞ്ഞ് അതിന്റെ അടുത്ത 5 വർഷമായിരിക്കും. അതെ. പിന്നെ അപ്പൊ UDF നമുക്ക് മടുക്കുമല്ലോ. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് തരും. അടുത്ത നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ കൂടെ എന്നാ പിന്നെ ഞങ്ങൾക്ക് തന്നുകൂടെ BJP ചോദിക്കാം. അങ്ങനെ LDF ഉം UDF ഉം ചത്തൊടുങ്ങിയിട്ട് അതില്ല, ചത്തൊടുങ്ങുന്നില്ല. ഈ കേരളക്കരയിൽ LDF ഉം UDF ഉം മതി. അതിനപ്പുറത്തേക്ക് ഒരു ഇത് വേണ്ട. അതൊരു ഭീഷണിയല്ലേ? ചക്ക തുറന്നാൽ താമര, താമര തുറന്നാൽ ചക്ക. ഇത് ഞാൻ വേണം. സഹിക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ പറ്റില്ല. നമ്മുടെ രാഷ്ട്രീയം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടിരുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം. ഈ പൊണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്നത് ഞങ്ങളല്ല, മറ്റേ 2020 കുറെ സ്ഥാനാർത്ഥികളെല്ലാം കൂടി ചേർന്ന് അതിനെ കോമാളിത്തനമാക്കി കളഞ്ഞു, കോമാളി വേദി ആക്കി കളഞ്ഞു. എന്തൊക്കെ അതൊക്കെ ഏത് യൂണിവേഴ്സ് അഖിൽമാരാണ് മുഖ്യമന്ത്രിയാണ്. അല്ലല്ല, അഖിൽമാരാർക്കല്ല മുഖ്യമന്ത്രി. മറ്റേ റോബിന് മുഖ്യമന്ത്രിയാകണം, വിദ്യാഭ്യാസ മന്ത്രിയാകണം അഖിൽമാരാർക്ക്. മറ്റേ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ അഞ്ജലി മറ്റേ MLA ആണ്. MLA ആയി കഴിഞ്ഞു. ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? പിന്നെ മറ്റേ പെണ്ണില്ലേ ആതിര, ആ പെണ്ണ് പറയാണ് പിണറായി റിട്ടയർഡ് ആണ്. അതെ, അവളെ കുമ്പനത്തിനെ പോയി അങ്ങോട്ട് റിട്ടയർഡ് ആക്കാൻ പറ. ഞങ്ങൾ പിണറായി അവിടെ റിട്ടയർഡ് ആക്കാൻ വന്നിരിക്കുന്നു. അല്ല പിന്നെ നിങ്ങൾ സ്റ്റേറ്റ് വിട്ടി പിടി കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. വയനാടിന്റെ വോട്ട് എപ്പോ അടച്ചു? വോട്ടേക്ക് അടച്ചിട്ടേ നിങ്ങൾ താമസിപ്പിക്കാൻ അനുവദിക്കുള്ളൂ. അപ്പൊ ഇനി ഇത് ഉയർത്തിക്കൊണ്ട് വരുമോ? ഞങ്ങൾ മറ്റേ ഇനി അടുത്തതോ താക്കോലും എടുത്തു കഴിഞ്ഞു. ഇനി എന്തുവാ വാതിൽ തുറക്കുന്നു? അല്ല, എല്ലാരും വീടുകയറ്റി താമസിപ്പിക്കണം. അത് നോക്കൂ, വോട്ട് അടയ്ക്കാതെ കഴിയില്ല. കിനിയുന്നതൊക്കെ നിങ്ങൾ അടയ്ക്കണം. വയനാട്ടിലെ മാനവരെ ഞങ്ങൾ ഇത്രയും ചെയ്തുവെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ കയറി താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് ആർജവമുണ്ട്. അതിന്റെ ഇടയിൽ എനിക്ക് 2 വർത്താനം പറയണ്ട. എന്താണെന്നറിയാമോ, മറ്റേ കോൺഗ്രസ്സുകാർ ഇതിനിടയിൽ കൂടെ നടത്തുന്ന ആ ഒരു കളിയുണ്ടല്ലോ വയനാടിന് വേണ്ടിയിട്ട്. അത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ പൊട്ടന്മാരെ. നല്ല നാടകം, നിങ്ങളുടെ നല്ല ഒന്നാന്തരം നാടകം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പറയുകയാണ്, അയ്യോ വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് ഉടലും ഉയിരും പറിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ പൊരുളുണ്ടല്ലോ. നിങ്ങൾ വല്ലാണ്ട് പറിക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഫണ്ട് എവിടെ? വീട് എവിടെ? കോൺഗ്രസ് നിങ്ങളുടെ ഭൂമി എവിടെ? നിങ്ങൾ അവരെ വയനാട്ടിൽ ആൾക്കാർ 780 കോടി എവിടെ? അതിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. 780 കോടി നിങ്ങളുടെ മുഖ്യന്റെ അക്കൗണ്ടിലേക്കാണ് വന്നത്. CMDRF ആദ്യം കോൺഗ്രസ് ഫണ്ട് നാലാവൂർ നാഗപ്പന് വേണ്ടിയിട്ടൊക്കെ എടുത്ത് ചെലവാക്കി നമുക്കറിയാം. അല്ലെ, ഞങ്ങൾ ടൗൺഷിപ്പ് പിന്നെ നടപ്പിലാക്കി ഇങ്ങനെ കാണിച്ചു. അവര് പൊടി പോയിട്ട് ചുരണ്ടാണെങ്കിലും വീടുണ്ട്. അച്ഛനെ വീഡിയോ സന്ദേശം വനവാസത്തിന് പോയി. വനവാസം എന്ന് പറയുന്ന ഒരു റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിന് പോയതാ. പുള്ളിയുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വനവാസത്തിന് പോകുമെന്ന് വലിയ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു. എന്തിനെന്നറിയാമോ? ഈ റിസോർട്ടിൽ പോയി താമസിക്കാൻ തോറ്റ സ്ഥലം കണ്ടെത്താനായിരിക്കും. അതെ, ഈ റിസോർട്ടിൽ പോയി തോറ്റ ഈ വനവാസം എന്ന് പറഞ്ഞാൽ റിസോർട്ടിൽ പോയി താമസിക്കുക. എന്നിട്ട് പറഞ്ഞു ഞാൻ വനവാസം വാക്ക് വലിച്ചു എന്ന്. ഇവരൊക്കെ ഉള്ളിൽ അതിന് വേണ്ടി വരില്ല എന്നാണ് ഒരു കരക്കമ്പി. അങ്ങനെ ചിലപ്പോ വേണ്ടി വനവാസം നിങ്ങളും കൂടെ സ്ഥലം കണ്ടെത്തി വെച്ചു. ഇവരൊക്കെ കിടന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടികൂടുന്നില്ലേ? പിണറായി എന്തിനു മാങ്ങവർക്കിരിക്കുന്നതാണോ? എന്നിട്ട് എന്തിയെ കാണാനില്ലല്ലോ, മാധ്യമങ്ങൾക്ക് മുന്നിലേ കാണാനില്ല. ഇനി എന്തിനു കാണുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? ധർമ്മടത്ത് നിൽക്കുന്നൊക്കെ മാറ്റി വെക്കോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? ഇവിടെ വയനാട് വിഷയത്തിൽ എന്തുകൊണ്ട് ഭാഗം തുറന്ന് 2 വാക്ക് പറയുന്നില്ല? മറ്റേത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹീറോയിസം കാണിക്കാൻ വരാറുള്ളതാണല്ലോ. അതല്ല, വയനാടിന്റെ കാര്യത്തിൽ 2 വാക്ക് പറഞ്ഞായിരുന്നു. അനാവശ്യ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് സംസാരിക്കാൻ അനാവശ്യ വിവാദം അവിടെ നിർത്ത്. സർക്കാരിനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. നിങ്ങൾ ഓട്ടയുള്ള വീട് കൊടുത്ത് വഞ്ചിച്ചു എന്ന്. അപ്പൊ മുഖ്യമന്ത്രി അല്ലേ മറുപടി പറയേണ്ടത്? ULCC രംഗത്തേക്ക് കൊണ്ടുവന്ന് നിന്നിട്ട് പറയടാ മറുപടി എന്ന് പറയണ്ടേ? മറുപടി പറയട്ടെ. എവിടെ നിങ്ങളുടെ 500 എവിടെ? ആ ഊരാളുംകുള്ളി മറുപടി പറയട്ടെ. 500 എവിടെ? 500 എവിടെ? 500 പേടിച്ചു വരച്ചിരിക്കുവോ? പണ്ട് മറ്റേ ബ്രണ്ണൻ കോളേജില് മറ്റേ ചവിട്ടി താഴെയിട്ടതല്ലേ? മുള്ളും കല്ലും മണലും ഒക്കെ ചാടി വന്നതാണ്. പേടിച്ചിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് കാണാൻ കേട്ടോ. കണ്ണ് വരെ തിന്നുവെന്നാണ് പറഞ്ഞത്. മെയിൻ 4 കഴിയിട്ട് കാണുമോ? കാണും. ഒലിക്കട മൂട്.